ഹിന്ദു ഐക്യവേദിയിൽ നിന്ന് ശശികൽ ടീച്ചർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശികൽ ടീച്ചർ, ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഒരു ഹൈന്ദവ വിരുദ്ധ പരിപാടി സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. നേരത്തെ ഹൈന്ദവ സംഘടനകൾക്കൊന്നും ഇതിലേക്ക് ക്ഷണമില്ല, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾക്ക് ക്ഷണമില്ല എന്ന് അറിഞ്ഞിരുന്നു. ഇപ്പോൾ അറിയുന്ന വാർത്ത ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആയിരിക്കും എന്നുള്ളതാണ്. ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടാൻ ഒരു ശ്രമം ഇവിടെ നടത്തുകയുണ്ടായി. അന്ന് അവരെല്ലാവരും ഭക്തരായതുകൊണ്ട് തന്നെ ആ ശ്രമം ഇവിടെ വിജയിച്ചില്ല, അവരാരും പങ്കെടുത്തില്ല. നമ്മുടെയൊക്കെ മനസ്സിലായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശ്രമം പിണറായി വിജയൻ അന്ന് നടത്തുകയുണ്ടായി. പക്ഷെ അവരാരും പങ്കെടുക്കാത്തതുകൊണ്ട് അത് നടന്നില്ല. ഇവിടെ ഇപ്പൊ അയ്യപ്പ ഭക്തരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് തികച്ചും ഈശ്വര വിരുദ്ധനും സനാതന ധർമ്മ വിരോധിയുമായ ഒരു വ്യക്തിയെ അതിലേക്ക് മുഖ്യാതിഥിയായി കൊണ്ടുവരുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് അയ്യപ്പ ഭക്തരാണ് എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മന്ത്രിമാർ പങ്കെടുക്കാതെ അയ്യപ്പ ഭക്തരുടെ മാനം കാത്തെങ്കിൽ ഇന്ന് അയ്യപ്പ ഭക്തർ പങ്കെടുക്കില്ല. സനാതന ധർമ്മ വിരോധികൾ നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അയ്യപ്പ ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യതയില്ല. അപ്പൊ ആഗോളതലത്തിൽ നിന്ന് ഒരു ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ബിന്ദുവമ്മനെയോ രഹന ഫാത്തിമയോ അതുപോലുള്ളവരല്ലാതെ, അതുമല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കാല് പിടിച്ചുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണം എന്നുള്ള വ്യവസായികളോ അതുപോലുള്ളവരെ, കാരണം ഇവരുടെ കക്ഷത്ത് തല കൊണ്ടുവച്ച ആളുകൾ ഉണ്ടാവുമല്ലോ, അത്തരം ചില ആളുകളോ അല്ലാതെ യഥാർത്ഥത്തിൽ അയ്യപ്പനെ ഭജിക്കുന്ന, അയ്യപ്പനെ ഉള്ള ഭക്തി കൊണ്ട് കെട്ടടുത്ത് മല കയറുന്ന ഒരു അയ്യപ്പനും, കാരണം സ്റ്റാലിനെയാണ് വിളിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല അയ്യപ്പ ഭക്ത സംഘടനകൾക്കൊന്നും അവിടേക്ക് പ്രവേശനമില്ല എങ്കിൽ ഇനി ഇതിനെ ഒഴിവാക്കുക അയ്യപ്പ ഭക്തരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടെ വരുന്നവർ ഇത്തരക്കാരായിരിക്കും. കാരണം ഏതെങ്കിലും തരത്തിൽ കാല് നക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെരുപ്പ് നക്കലാണല്ലോ കാലഘട്ടം, അങ്ങനെ പിണറായി വിജയന്റെ ചെരുപ്പ് നക്കിക്കൊണ്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വഴിവിട്ട നിലയിൽ കിട്ടണമെന്നുള്ള പ്രവാസികൾ ആരെങ്കിലും അവർ മാത്രമേ ഇനി പങ്കെടുക്കുള്ളൂ. അല്ലാതെ യഥാർത്ഥ അയ്യപ്പ ഭക്തർ പങ്കെടുക്കില്ല എന്നുള്ളത് സ്റ്റാലിനെ ക്ഷണിച്ചതോടുകൂടി ഏറെക്കുറെ അയ്യപ്പ ഭക്തർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അന്ന് മന്ത്രിമാർ ഒഴിവാക്കിയെങ്കിൽ ഇന്ന് അയ്യപ്പ ഭക്തർ ഒഴിവാക്കും. വളരെയധികം നന്ദി ടീച്ചർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്.